നിങ്ങളുടെ വണ്ടി 1,00,000 കഴിഞ്ഞു അല്ലെങ്കിൽ 2,00,000 കഴിഞ്ഞു എന്നുള്ളതല്ല മാറ്റർ. നിങ്ങളെ വണ്ടി 1,00,000 2,00,000 ഓടിയത് എവിടെയായിരുന്നു എന്നുള്ളതാണ് മാറ്റർ. അതായത് നിങ്ങൾ വണ്ടി സിറ്റിയിലാണ് ഓടിയത് എങ്കിൽ അത് വളരെയധികം പ്രശ്നം വണ്ടിക്ക് ഉണ്ടാക്കും. പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ സിറ്റിയിൽ ഓടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ നിർത്തും, സ്റ്റാർട്ട് ചെയ്യും, ഓടും, അതിനുശേഷം എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ ഓടുന്ന വണ്ടികളായാലും ഇപ്പോൾ സിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ആവശ്യങ്ങൾക്കായിട്ട് പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളായാലും ശരി, അല്ലെങ്കിൽ ക്യാബിന് വേണ്ടി ഓടുന്ന വണ്ടികളായാലും ശരി, ഈ വണ്ടികളുടെയൊക്കെ റണ്ണിങ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടാണ്. അതായത് നിർത്തുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, ഓടുക, പിന്നെ ട്രാഫിക്കിനകത്ത് കിടക്കുക. അതായത് അധികം സ്പീഡില്ലാത്ത ഒരു മൂവ്മെൻ്റ് ആണ് എപ്പോഴും മാക്സിമം ടൈമിൽ ഈ വണ്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബോണറ്റിനകത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാലാണ് എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ ടെമ്പറേച്ചറിന് മുകളിൽ പോകുമ്പോഴാണ് റേഡിയേറ്റർ ഫാൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുക. എ സി ഇടാത്ത സമയത്ത്, എ സി ഇടുന്ന സമയത്ത് അത് എ സിയുടെ കൂളിങ്ങിനനുസരിച്ച്, അല്ലെങ്കിൽ എ സി സിസ്റ്റത്തിൻ്റെ കൂളിങ്ങിന് ആവശ്യമുള്ള സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻ്റർവെല്ലിൽ അത് ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓണാവുന്ന സമയത്ത് ഈ ചൂട് മൊത്തം ഈ ബോണറ്റിനകത്ത്, അതായത് നമ്മുടെ എൻജിൻ റൂമിനകത്താണ് നിൽക്കുന്നത്. ഈ സാധനം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അതായത് നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്, അതായത് ഹൈവേയിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഈ ചൂട് എയർ പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. കാരണം മുന്നിലൂടെ ഉള്ള ആ ഒരു വെന്റിലൂടെ, റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ എയർ അകത്തോട്ട് കയറി അത് ഫുള്ളായിട്ട് താഴെ കൂടെ പോകും. പക്ഷെ ഈ സിറ്റിയിൽ ഓടുന്ന സമയത്ത് ഇത് നടക്കില്ല. അപ്പം ഇത് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ഇതിനകത്തുള്ള എൻജിൻ റൂമിനകത്തുള്ള വയറുകൾ, അതായത് സെൻസറുകളിലേക്ക് പോകുന്ന, അതായത് ക്രാങ്ക് സെൻസർ, ക്യാം സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, മാപ്പ് സെൻസർ, അങ്ങനെയുള്ള പല സെൻസറുകളിലേക്കും പോകുന്ന വയറുകൾ എല്ലാം ഹീറ്റ് കാരണം, അതായത് അതിൻ്റെ ആ ഒരു ചാലകശേഷി, അതായത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യാനുള്ള ആ ഒരു ശേഷി കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നിങ്ങളുടെ വണ്ടിയിൽ പലവിധ മിസ്സിങ്ങുകൾ, അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിസ്സിങ്, അതായത് എൻജിൻ കുടച്ചിലായിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് ഒരു മിസ് ഫയർ പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയിലെ വയറിങ്, അതായത് എൻജിൻ റൂമിലെ ഇപ്പോൾ ഒരു 1,00,000 2,00,000 കിലോമീറ്ററൊക്കെ സിറ്റിയിൽ കിടന്ന് ഓടിയ വണ്ടികൾ, കുറച്ച് പഴക്കമുള്ള വണ്ടികൾ, അതായത് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 7-8 കൊല്ലം പഴക്കമുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ വയറിംഗ് കിറ്റ് മാറി വിടുക എന്നുള്ളതാണ്. എൻജിൻ വയറിംഗ് കിറ്റ് മൊത്തം